ഞാനൊരു ഇയർബഡ് വാങ്ങിയിട്ട് നിങ്ങൾ കണ്ടല്ലേ, റിയൽമീൻ്റെ ഒരു ഇയർബഡ് വാങ്ങി ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുവരാം. തിരൂർ മാർക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഹെഡ്സെറ്റ് നിന്റെ ചെവിയിലുണ്ട്. ആദ്യം ആ ബോക്സിൽ കുത്തി നിറയ്ക്കുക. നീ ആ പെട്ടി മാത്രമാണോ അൺബോക്സ് ചെയ്യുന്നത്? വീഡിയോ നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കടമണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ അത് സാധനം അടിപൊളിയാണ്. ഞാൻ ഒരു ദിവസം യൂസ് കഴിഞ്ഞിട്ട് എടുത്താണ്. ഞാൻ ഇന്നലെ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് അൺബോക്സിങ് വീഡിയോ എന്നാലും ഉടക്കിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ എടുക്കാൻ റിയൽമീൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. എനിക്കിതിൻ്റെ റെഡ് ആട്ടോ കിട്ടിയത്. യെല്ലോ ആണ് ഇവിടെ കാണിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ റെഡായിട്ടോ കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ ചാർജർ കൊടുക്കില്ല. ആ ഒരു പോരായ്മയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരത്. ഓക്കെ, ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്കിതിൽ അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് കാണാൻ സാധിക്കുക. ഇത് വലിച്ചുകൊണ്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ കണ്ട കേസ് ഇതന്നെ ഓളം കിട്ടും. ഇതിൽ നമ്മളെ ചാർജർ ഇതിൽ കൂടെ കിട്ടില്ല. അത് വലിയൊരു ഇതായിപ്പോയി നമുക്ക്. ഉണ്ടോ, ഇനി പെട്ടിയിൽ ഒന്നുമില്ല, പെട്ടി കാലിക്ക്. അപ്പോൾ ചാർജർ കിട്ടിയിട്ടില്ല നമുക്കിത്. സാധനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ. അപ്പോൾ ചാർജർ സി ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കണ ഫോണിൻ്റെ സി ടൈപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് റിയൽമീന്നൊക്കെ എഴുതിയാണ്. ഇത് തുറക്കുമ്പോൾ അതിൽ ഇതാ ഈ ഫോട്ടോ കാണിക്കുന്നത്, ഫോട്ടോയിലുള്ളത് മഞ്ഞയാണ്, ഇതിൻ്റെ റെഡാട്ടോ. ഇവിടെ ഈ വര ലൈന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും റെഡാണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. എനിക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയാം. നീല ലൈറ്റ് കത്തുന്നുണ്ട്. ഫുൾ ചാർജാണ് അതാട്ടോ. തുറക്കുമ്പോൾ തന്നെ അതെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് റെഡ് കളറ് 2 എയർപോർട്ട്. ഞാൻ അത് തുറന്ന് വെച്ചിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഒരു ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളിക്കണ സെറ്റ്സ് ടൈപ്പ് ചാർജിങ് ഒക്കെ ഈ ബോക്സ് കേട്ടോ. ഈ ബോക്സിൻ്റെ അടിയിലാണ് ചാർജിങ് പോർട്ട് വരുന്നത്. കണ്ടോ, സി ടൈപ്പ് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ സി ടൈപ്പ് ചാർജർ ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല. ഇത് കാരണം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അതെന്താ അവിടെ നിന്ന് തന്നെ ചോദിക്കാമായിരുന്നു എന്ന്. ചോദിക്കാൻ കാരണം ഗൈസ് ഇത് അവിടെ നിന്ന് പൊട്ടിച്ചില്ലെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഉള്ളൂ. ടെസ്റ്റ് എടുത്തപ്പോൾ തന്നെ ചാർജർ കാണില്ല. അത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ എടുത്തത് ബസ് കയറിയതിൻ്റെ ശേഷം. പിന്നെ ആ ബസ്സിൽ നിന്ന് ഞാൻ വീണ്ടും ഇറങ്ങിയിട്ട് രണ്ടാമത് തിരിച്ച് തിരൂർ പോകണമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ടെസ്റ്റ് അടിക്കാതെ ഇരുന്നത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ ഞാനൊരു ഫണ്ണായിട്ട് ഫസ്റ്റ് തന്നെ ഫണ്ണായിട്ട് എടുത്തതാണ് ഇത് ഒരു അൺബോക്സിങ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഒരു പുതിയ ഇങ്ങനെ പറയണ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അല്ല, ഞാൻ സാധാരണ മോണാക്റ്റീവായിട്ട് ചെയ്യില്ല, അതന്നെ അത് വരുന്നുണ്ട് ഇപ്പോൾ വീഡിയോസ്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലും നമ്മൾ തിരൂർ പോയ ഒരു വീഡിയോ ഉണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ കേട്ടോ.